Dear students, welcome to Learner's World. In this video, I'm going to talk about a short film, The Silent Child by Chris Overton, FAUGP, AC English Literature, first semester, Calcutta University. Summary of The Silent Child by Rachel Shendon. The Silent Child is a deeply moving 2017 short film written by Rachel Shendon and directed by Chris Overton, which went on to win the 2018 Academy Award for Best Live Action Short Film. സൈലൻറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് 2017 ഉള്ള ഒരു ഷോർട്ട് ഫിലിമാണ്. ഇത് എഴുതിയിരിക്കുന്നത് റാച്ചൽ ഷെൻഡണും അതുപോലെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ക്രിസ് ഓവർട്ടനുമാണ്. 2018 അക്കാഡമി അവാർഡ് ഫോർ ബെസ്റ്റ് ലിവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിൻ ചെയ്തിട്ടുണ്ട്. Inspired by real events, the film takes place in rural England and sheds light on the emotional and social struggles faced by deaf children who are denied proper language access. അപ്പോൾ ഇത് ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ് ഈ ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത്. അതായത് യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കഥയാണ്. അതായത് ഈ ഡഫായിട്ടുള്ള കുട്ടികൾ, ചെവി കേൾക്കാത്ത കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ലാംഗ്വേജ് ആക്സസ് ഇല്ല എങ്കിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും. അവർ സമൂഹത്തിൽ ഐസൊലേറ്റഡ് ആകും, അവർ ഒറ്റപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഷോർട്ട് ഫിലിമാണിത്. The story's emotional depth is rooted in Shendon's personal life. Her father became deaf following chemotherapy when she was just 12. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ഷെൻഡനാണ്. അവരുടെ ഒരു പേഴ്സണൽ ലൈഫ് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് അവരുടെ ഫാദർ ഡഫായിരുന്നു, ക്യാൻസർ ബാധിതനായിരുന്നു. അപ്പോൾ കീമോ ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഡഫായത്. ആ സമയത്ത് അവൾക്ക് 12 years ആയിരുന്നു. Motivated by this experience, Shendon learned British Sign Language and crafted a script that addresses the often silenced issues of hearing impairment. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് ജീവിതത്തിലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ എഴുത്തുകാരി ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ലേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കേൾവി ശക്തി ഇല്ലാത്തവരുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ലേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. Her partner Chris Overton encouraged her to develop the story into a film. ആ സമയത്താണ് ഈ ഒരു സൈലൻറ്റ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി എഴുതുന്നത്. അപ്പോൾ തൻ്റെ ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടർ ഈ എഴുത്തുകാരിയുടെ ഹസ്ബൻഡാണ്. ക്രിസ് ഓവർട്ടനാണ് എൻകറേജ് ചെയ്തത് ഈ ഒരു സ്റ്റോറി ഒരു ഫിലിമാക്കാൻ വേണ്ടിയിട്ട്. At the center of the narrative is Libby, a 6-year-old girl who is profoundly deaf. അപ്പോൾ ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു 6-year-old ഗേൾ ആയിട്ടുള്ള ലിബിയാണ്. അവൾക്ക് ചെവി കേൾക്കില്ല. ലിബി ഗ്രോസ് അപ്പ് ഇൻ എ ഫാമിലി ദാറ്റ് ഡസ് നോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ഓർ ആക്സെപ്റ്റ് യുവർ കണ്ടീഷൻ. അപ്പോൾ അവൾ വളർന്ന ഒരു സാഹചര്യം, അവളുടെ പാരൻസ് ഒന്നും അവളെ ആക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവളുടെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവർക്കൊന്നും. അങ്ങനെ അവൾ മൊത്തത്തിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ്. Her mother Sue insists that Libby should focus exclusively on lip reading so she can fit into a mainstream school environment. അപ്പോൾ അവളുടെ അമ്മ സ്യൂ പറയുന്നത് അവൾക്ക് നന്നായിട്ട് ലിപ്പ് റീഡിങ്ങും ഒക്കെ അറിയാം, അതുകൊണ്ട് തന്നെ അവളെ സാധാരണ ഒരു സ്കൂൾ എൻവയൺമെൻറ്റിൽ അവളെ പഠിപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്. അതായത് അവളെ സൈൻ ലാംഗ്വേജ് ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യകതയില്ല, അവൾക്ക് ലിപ്പ് റീഡിംഗ് ഒക്കെ അറിയാമെന്നാണ് അമ്മ വാദിക്കുന്നത്. അതായത് അമ്മക്ക് കുട്ടീനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. Despite Libby's clear difficulties, the family refuses to teach her BSL, British Sign Language, believing that sign language will isolate her further. അപ്പോൾ കുട്ടിയുടെ ലിബിയുടെ ബുദ്ധിമുട്ടൊന്നും മനസ്സിലാക്കാതെ അമ്മ പാരൻസ് എന്ത് ചെയ്തു, ഫാമിലി എന്ത് ചെയ്തു, അവളെ ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിൽ നിന്ന് അവളെ നിരസിച്ചു. അതായത് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൾ ഒറ്റപ്പെടും എന്ന് അവർ പറഞ്ഞു. Their misguided assumptions lead them to dismiss professional advice and even fire a supportive caretaker. അതായത് അവരൊരു പ്രൊഫഷണൽ അഡ്വൈസിനൊന്നും കാത്തു നിന്നില്ല, അതുപോലെ ഒരു കെയർടേക്കറൊന്നും അവർ സ്വീകരിച്ചില്ല എന്നാണ് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ. Beneath the surface, the film hints at deeper family tensions. Libby is a result of an extramarital affair and her biological father was deaf. ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ 6 വയസ്സായ ഒരു പെൺകുട്ടി ലിബി,
ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ ഉണ്ടായതാണ് എന്നുള്ളത് ഈ ഫാമിലിക്കകത്ത് നിലനിൽക്കുന്ന ഒരു ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടീനെ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഈ കുട്ടീനെ എപ്പോഴും ഇങ്ങനെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ്. ഈ കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ ഡഫായിരുന്നു എന്ന് പറയുന്നുണ്ട്. This revelation adds emotional weight, suggesting that the family denial of British Sign Language stems from shame, secrecy, and lack of empathy. അപ്പോൾ ഈ കുട്ടിയുടെ ബയോളജിക്കൽ ഫാദർ ഒരു ഡഫായിരുന്നു, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൽ ഉണ്ടായ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫാമിലിക്കകത്ത് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജിനോട് ഒരു മുഷിപ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അവർക്കൊരു ഷെയിം, ഒരു സീക്രസി ഒക്കെ കൊണ്ടാവാം ഇങ്ങനെ ചെയ്യുന്നത്. Libby's first day at school is heart-wrenching. She stands alone in a noisy classroom, unable to understand her teacher or communicate with her peers. ലിബി ഒരു സാധാരണ സ്കൂളിലാണ് ചേർത്തത്. അവളുടെ ആ ഒരു സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിരുന്നു. അവളുടെ ഫസ്റ്റ് ഡേ സ്കൂളിൽ അവൾ ക്ലാസ്സിൽ മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും അവൾക്ക് കഴിഞ്ഞില്ല. ആകെ ഒരു നിശബ്ദമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു എന്നാണ് പറയുന്നത്. ദ വിഷ്വൽ സൈലൻസ് സറൗണ്ടിങ് ലിബി പോയിന്റ്ലി ഹൈലൈറ്റ് ഹെർ ഐസൊലേഷൻ. അവളുടെ ആ ഒരു സൈലൻസ് തന്നെ അവളെ ഐസൊലേഷനിലേക്ക്, അവളെ ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് മാറ്റി. ലൈഫ് ബിഗിൻസ് ടു ചേഞ്ച് ഹവെവർ വിത്ത് ദ അറൈവൽ ഓഫ് ജോൺ, എ സോഷ്യൽ വർക്കർ ഓർ സപ്പോർട്ട് അസിസ്റ്റൻറ്റ്. അങ്ങനെ ഇരിക്കുകയാണ് അവളുടെ ജീവിതം മാറ്റിമറിച്ചത്. ഒരു സോഷ്യൽ വർക്കർ ജോൺ അവളുടെ ലൈഫിലേക്ക് വരികയാണ്. അതോടുകൂടി അവൾ ആകെ ചേഞ്ചായി. അൺലൈക്ക് ദ ഫാമിലി, ജോൺ ഇമ്മീഡിയറ്റ്ലി യൂസസ് ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ലിബി. ഫാമിലി ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജിന് എതിരായിരുന്നു. പക്ഷേ ഈ ഒരു സോഷ്യൽ വർക്കർ, ഈ ഒരു കെയർടേക്കർ ജോൺ ഈ ഒരു ബ്രിട്ടീഷ് സൈൻ ലാംഗ്വേജിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ലിബിയുമായിട്ട്. അതായത് സൈൻ ലാംഗ്വേജ്, ഭാഷയിലൂടെ കമ്മ്യൂണിക്കേഷൻ നടത്തുക. A warm, trusting bond grows between them, and Libby begins to express joy, curiosity, and emotional confidence for the first time. അതുവരെ ആ കുട്ടി സൈലൻ്റ് ആയിരുന്ന കുട്ടി പെട്ടെന്നാണ് അവൾക്കൊരു കോൺഫിഡൻസ് വന്നത്. അവളുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നത്, ഒരാളുമായിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അടുക്കുന്നത് അതൊരു സമയത്താണ്. ജോൺ ബിക്കംസ് ദ ബ്രിഡ്ജ് ദാറ്റ് ഫൈനലി ഗിവ്സ് ലിബി എ വോയിസ്. The emotional climax occurs when John signs I love you to Libby in the school year. അതായത് ഇവിടെ ഒരു ഇമോഷണൽ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ആ കുട്ടിയോട് സൈൻ ലാംഗ്വേജിൽ ഐ ലവ് യു പറയുന്നുണ്ട് ജോൺ. ആ സമയത്ത് സ്കൂൾ മുറ്റത്ത് വെച്ചിട്ടാണ് ഇത് പറയുന്നത്. അതൊരു ഇമോഷണൽ ക്ലൈമാക്സ് ആയിരുന്നു. ഇൻ ടീയേഴ്സ് ലിബി സൈൻസ് ദ വേർഡ്സ് ബാക്ക്, എ പവർഫുൾ മൊമെൻറ്റ് ഷോയിങ് ഹെർ ഡെസ്പറേറ്റ് നീഡ് ഫോർ കണക്ഷൻ. ആ സമയത്ത് തിരിച്ച് ലിബി ആദ്യമായിട്ട് ഈ ഒരു ഐ ലവ് യു എന്നുള്ളതിന് തിരിച്ച് അവളൊരു സൈൻ ലാംഗ്വേജിൽ അവൾ ഒരു സൈൻ കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു സിനിമയിലെ ഒരു ഇമോഷണൽ ക്ലൈമാക്സ് ആയിരുന്നു. അവിടെ നമുക്ക് അവളുടെ ആ ഒരു കണക്ഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൾക്കും തന്നെ ഒരു ബോണ്ട് ആവശ്യമാണ്, ഒരു കണക്ഷൻ ആവശ്യമാണ് എന്നുള്ളതിൽ നമുക്ക് മനസ്സിലാക്കാം. ഷോർട്ട്ലി ആഫ്റ്റർ ദ ഫാമിലി ആൻഡ് ജോൺ സപ്പോർട്ട് ലിവിൻ ലിബി വൺസ് അഗെയിൻ സൈലൻസ്ഡ് ബൈ സർക്കംസ്റ്റാൻസ്. പക്ഷേ ആ ഒരു സന്തോഷം അധിക ദിവസം നീണ്ടു നിന്നില്ല. ജോണിനെ അവരുടെ ഫാമിലി അതായത് അവോയ്ഡ് ചെയ്തു. അവളെ ഇനി വരരുത് എന്ന് പറഞ്ഞ് അവളെ പറഞ്ഞയച്ചു. അങ്ങനെ വീണ്ടും ലിബി സൈലൻസിലേക്ക് തന്നെ പോയി, ഐസൊലേഷനിലേക്ക് തന്നെ പോയി. അവളുടെ സാഹചര്യമാണ് അവൾ അങ്ങനെ ആക്കിയത്. ദ ഫിലിം ക്ലോസസ് വിത്ത് എ പബ്ലിക് സർവീസ് അനൗൺസ്മെൻറ്റ് എംഫസൈസിങ് ദാറ്റ് ഡഫ് ചിൽഡ്രൻ ക്യാൻ ത്രൈവ് ഇഫ് ഗിവൺ ദ റൈറ്റ് സപ്പോർട്ട് ആൻഡ് ആക്സസ് ടു സൈൻ ലാംഗ്വേജ്. ഈ ഒരു ഷോർട്ട് ഫിലിം നമ്മുടെ സമൂഹത്തിന് നൽകുന്ന ഒരു ഗ്രേറ്റ് മെസ്സേജ് ഉണ്ട്. അതായത് ഡഫായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ, അതായത് കേൾവിശക്തി കുറവുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് സൈൻ ലാംഗ്വേജ് നമ്മൾ പഠിപ്പിക്കണം. അവർക്ക് വേണ്ട സപ്പോർട്ട് ആൻഡ് കെയർ നമ്മൾ നൽകണം. അവരെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയണം, അവരെ മനസ്സിലാക്കാൻ കഴിയണം എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ട്. ദ Silent Child ultimately stands as a profound commentary on communication, empathy, and urgent need for inclusive education for deaf children. അതുപോലെ ഈ ഒരു ഷോർട്ട് ഫിലിം അതായത് ഒരു ഡഫ് ചിൽഡ്രന് ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ആവശ്യകത ഇതിൽ ഊന്നൽ നൽകും.